ഞാൻ ആള് വന്നിട്ട് ലൈവിൽ എന്താ പറഞ്ഞ് എനിക്ക് 60-70 വയസ്സുള്ള പെണ്ണുങ്ങളായിട്ട് അമ്മ മേലായിട്ട് വർക്കുണ്ടെന്ന് ഉണ്ട്. ബാലയ്ക്കുണ്ട്. ഈ ബിഹൈൻഡ് വുഡ്സിന്റെ ഹോം ടൂർ നടക്കുന്ന സമയത്ത് ബാലയുടെ റൂമിന്റെ ഉള്ളിൽ 2 സ്ത്രീകളുണ്ടായിരുന്നു. ഒന്ന് പിള്ളേരെ രംഗണ്ണൻ കാണിക്കുന്ന കാണിക്കും എന്ത് തോക്ക് 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 എവിടെ തുടങ്ങിയപ്പോ എവിടെ നിൽക്കണടേ അവസ്ഥ. യൂട്യൂബേഴ്സിനെതിരെയൊക്കെ അണ്ണൻ ഇറങ്ങിയിട്ടുണ്ട്. മൂപ്പൻ, വിവി ഹിയർ, പിന്നെ വേറെ ഏതൊക്കെ കുറച്ചു പേർക്കെതിരെ ലൈഫ് ഓഫ് അനന്തു, അങ്ങനെ കുറച്ചു പേർക്കെതിരെ നമ്മുടെ രംഗണ്ണൻ ഇറങ്ങിയിട്ടുണ്ട്. സാത്താൻ ഓർമ്മ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇവരുടെയൊക്കെ പേരൊക്കെ ഇന്നലെ ബാലണ്ണൻ പറഞ്ഞും കൊണ്ട് ഇന്നലെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതങ്ങനെയാണ്. സത്യത്തിന് വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടിയിട്ടും വാതുറക്കുന്നവനെതിരായിരിക്കും അവസാനം എല്ലാം വന്ന് നിൽക്കുന്നത്. കൊള്ളാം, വാട്ട് എവർ ഇറ്റ് ഈസ്. നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. ഇന്നലെ ബാലണ്ണന്റെ കൂടെ കാലാകാലമായി നിന്നിട്ടുള്ള അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് ലിജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അണ്ണനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കാര്യങ്ങൾ കൊടുക്കാം. അതിനു മുന്നേ ഞാനൊരു എക്സാമ്പിൾ പറയാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടും ആണെന്ന് വെച്ചോ. എക്സാമ്പിൾ ആണ് കേട്ടത്, അല്ലാണ്ട് നടന്നു പോകുന്നതല്ല. ക്ലോസ് ഫ്രണ്ട് ആണെന്ന് വെച്ചോ. അങ്ങനെ ഒരു ദിവസം അവൻ എന്തോ വലിയ ഫ്രോഡ് പരിപാടി കാണിച്ചു. നല്ല 1-ാം തരം ഫ്രോഡ് പരിപാടി അവൻ കാണിച്ചു. നാട്ടുകാരെ മൂഞ്ചിച്ച്, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ എടുത്തിട്ട് അടിക്കുക, സ്വന്തം ഭാര്യയെ വെച്ചും കൊണ്ട് വേറെ എന്തെങ്കിലും പരിപാടിയെ എന്തെങ്കിലുമൊക്കെ അവൻ ചെയ്ത്. അങ്ങനെ ഒരു നാറേ പരിപാടി ചെയ്തപ്പോൾ അവന്റെ കൂടെ നിന്ന് കൈയടിച്ച് ഞാൻ പ്രോത്സാഹിപ്പിക്കണോ അതോ അവന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കണോ? ഏതാണ് ചെയ്യേണ്ടത്? തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതല്ലേ നല്ലത്. എന്നാലല്ല അവൻ അടുത്തത് ആവർത്തിക്കാതിരിക്കൂ. പകരം അവന്റെ കൂടെ നിന്ന് കൈയടിച്ചാൽ വീണ്ടും അതല്ല അതിന്റെ അപ്പുറം ആവർത്തിക്കും. അതല്ല അതിന്റെ ശരി. അതുപോലെയാണ് ഇവിടെ എനിക്കും കാണാൻ സാധിച്ചിട്ടുള്ളത്. ബാല എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ലിജേഷ് എന്ന് പറയുന്ന വ്യക്തി രംഗത്ത് വരികയാണ്. സുഹൃത്താണ്, ഒരുമിച്ചൊക്കെ ഉണ്ടായിരുന്നതാണ്, ഒരു ഭയങ്കര കമ്പനിയായിരുന്നു. എന്നാൽ ഇങ്ങേരുടെ നാറിയ പരിപാടിയല്ല അങ്ങേര് വിളിച്ച് പറയുന്നുണ്ട്. ഏത് ലിജേഷ് എന്ന് പറയുന്ന വ്യക്തി കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഇതിന്റെ ഇടയിൽ വേറെ കുറച്ച് കാര്യമുണ്ട്. നമുക്കെല്ലാം ഒരരിവ് എന്ന് നോക്കാം. ആള് വന്നിട്ട് ലൈവിൽ എന്താ പറഞ്ഞ് എനിക്ക് 60-70 വയസ്സുള്ള പെണ്ണുങ്ങളായിട്ട് അമ്മ മേലായിട്ട് വർക്കുണ്ടെന്ന് ഉണ്ട്. ബാലയ്ക്കുണ്ട്. ഈ ബിഹൈൻഡ് വുഡ്സിന്റെ ഹോം ടൂർ നടക്കുന്ന സമയത്ത് ബാലയുടെ റൂമിന്റെ ഉള്ളിൽ 2 സ്ത്രീകളുണ്ടായിരുന്നു. ഒന്ന് പാലക്കാട് നിന്നുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് കാര്യങ്ങൾ. അത് അവര് ആ സമയത്ത് ഉണ്ടായിരുന്നല്ല, ബാലയുടെ ഈ ടൂറിന്റെ സമയത്ത് ബാലയുടെ റൂമിലുണ്ടായിരുന്ന സ്ത്രീകളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവരെ രണ്ടാമത് കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇവരുടെ പേരും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇനി ഞാൻ ആ പേര് പറഞ്ഞ് പുതിയ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാനും ആഗ്രഹിക്കുന്നില്ല. ഈ വ്യക്തി പറയുന്ന കേസ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. 10-60 വയസ്സും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഇടപാടുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതേ സാധനമല്ലേ എലിസബത്തും പറഞ്ഞത്, അല്ലേ? ഇതേപോലത്തെ സാധനമല്ലേ എലിസബത്തും പറഞ്ഞത്. പിന്നെ എലിസബത്തിന്റെ ഭാഗത്ത് ഒരു വോൾട്ട് ഉണ്ട്. വേറെ ഒന്നുമല്ല, ഇതുവരെ കേസ് കൊടുത്തില്ല. എന്ത് ഗീരവത്ത് എടുക്കണം എന്ന് ചോദിച്ചാൽ എനിക്ക് അത് പറഞ്ഞൂടാ. കേസ് കൊടുക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഫെയറായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും എന്നും വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രം ചെയ്യാണ്ട് കേസും കൂടി കൊടുക്കണം. സോഷ്യൽ മീഡിയയിൽ പറയണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷെ കേസ് കൊടുക്കണം. കേസ് കൊടുക്കാതെ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫെയറായിട്ട് തോന്നുന്നില്ല. എന്തായാലും എലിസബത്ത് പറഞ്ഞ കാര്യം ഇങ്ങനെ പറഞ്ഞ കാര്യം സെയിം വേവിൽ എന്തിലും പോവുകയാണ്. ബാക്കി ഓക്കെ. അപ്പോ ബാലയ്ക്ക് സ്ത്രീ വിഷയം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെയുണ്ട്. ഒരുപാട് വിഷയങ്ങളുണ്ട് സ്ത്രീക്ക്. ഞാൻ അവിടെ താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ പല സ്ത്രീകൾ വന്നു കയറുന്നത് എനിക്കറിയാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ പുറത്തുള്ള സെക്യൂരിറ്റിയോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി. അവിടെയുള്ള തമ്പിച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളോട് ചോദിച്ചറിയാം. എലിസബത്ത് എത്ര ദിവസം കരഞ്ഞിട്ട് ചുവന്ന നൈറ്റ് ഇട്ടിട്ട് പുറത്തേക്ക് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയോ? എന്തിനാ ഞാൻ അവിടെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് കഥ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഞാൻ വീണ്ടും എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി തിരിച്ചു വന്നപ്പോ ബാലയുടെ ഇവിടെ ഇരുന്ന് പുറത്തിരുന്ന് കരഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. എലിസബത്ത് കരഞ്ഞുണ്ടൊക്കെ ഇറങ്ങി പോകുന്നത് ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്ന്. ഇങ്ങനെ ഒറ്റ സ്ക്രിപ്റ്റ് റൈറ്റർ അങ്ങനെ എന്തൊക്കെ പരിപാടിയാണെന്ന് തോന്നുന്നു. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അങ്ങനത്തെ എന്തോ സെറ്റപ്പ് ഒക്കെയാണ്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന ഈ ഒരു വ്യക്തിയെ. കൊള്ളാം, ഇങ്ങനെ കൂടെയൊക്കെ നടന്നതല്ലേ. അതുകൊണ്ട് നല്ലതായിട്ട് അത്യാവശ്യം ഇങ്ങേർക്ക് അറിയാമെന്നുള്ളത് പോലെ നമുക്ക് ആർക്കും അറിയാൻ ചാൻസ് ഇല്ല. എലിസബത്ത് കരഞ്ഞുകൊണ്ടൊക്കെ ഇറങ്ങി പോകുന്നത് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും സ്ത്രീ വിഷയം കുറച്ച് വിഷയമാണ്. ആ വിഷയം തന്നെയാണ് നമ്മളവിടെ ചർച്ച ചെയ്തത്. എലിസബത്ത് എന്ന് പറയുന്ന ലേഡി ഇങ്ങേരെ അടുത്ത് നിന്നിട്ട് അനുഭവിച്ചു കൂട്ടിയതിന് കൈ കണക്കില്ല. അത് ആണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി സംസാരിച്ച ആൾക്കാർക്കെതിരെ കേസ് കൊടുത്ത് നിങ്ങളുടെ സമയം പാഴാക്കാണ്ട്, ബാലച്ചേട്ടാ ഞാനൊരു കാര്യം പറയാൻ ചേട്ടാ, വേറെ ഒന്നുമല്ല ചേട്ടാ, ചേട്ടൻ പോയിട്ട് ചേട്ടൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കും. അല്ലാണ്ട് ചേട്ടനെതിരെ ശബ്ദിക്കുന്നവരുടെ വാടച്ച് പൂട്ടുകയല്ല ചെയ്യേണ്ടത്. ചേട്ടൻ അത്രയ്ക്ക് ജെന്യുവൻ ആണെങ്കിൽ ചേട്ടൻ നിരപരാധിയാണെന്ന് തെളിയിക്കണം. ഇത് എനിക്കെതിരെ ഒരുത്തൻ കിടന്ന് അലക്കുകയാണ്. അവൻ കിടന്ന് വാത്തോരാതെ അലക്കുകയാണ്. ഞാൻ അവനെ കേസ് കൊടുത്താണ്ട് വാടപ്പിക്കുന്നതിന് എനിക്ക് ഫെയറായിട്ട് ഒരു ചങ്കൂറ്റുള്ള കേസായിട്ട് തോന്നുന്നില്ല. പകരം അവൻ എനിക്കെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് സംസാരിച്ചത്
ഫേക്ക് ആണെന്ന് ഞാൻ തെളിയിക്കണം. നമ്മുടെ നിവിൻ പോളിയുടെ കേസ് ഉണ്ടല്ലേ, എന്നിട്ട് നമ്മൾ കേസ് കൊടുക്കണം കേട്ടോ. ഫേക്ക് ആണെന്ന് തെളിയിച്ചതിന് ശേഷം കേസ് കൊടുക്കണമെന്ന് പറയുന്നില്ല. അങ്ങനെ കള്ളം പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവനെതിരെ ഇട്ട് കൊടുക്കണമല്ലോ. നിവിൻ പോളിയുടെ കേസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് യവനെതിരെ ഒരുത്തി വന്ന് ചുമ്മാ ഇല്ലാത്ത അപരാധം പറഞ്ഞുണ്ടാക്കി. അവൻ മറ്റേതാണ് മറിച്ചയാണ്, മറ്റേതാണ് തേങ്ങയാണ്, കൊലയാണെന്ന്. അവസാനം അവൻ ചങ്കൂറ്റത്തോടെ വന്നിട്ട് അവനത് തെളിയിച്ചിട്ട് പോയി. അതാണ് ആണത്തം. ഉള്ള കാര്യം പറയാനാണ്. അല്ലാണ്ട് നമ്മളെ എതിരെ ഒരാൾ ശബ്ദിക്കുമ്പോൾ അയാളെ വാടകയ്ക്കാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്ത് പൂട്ടുന്നതിൽ ഒരു ഇതില്ല. പകരം നമ്മൾ തെളിവടക്കം നിരത്തി നമ്മൾ ജെന്യൂനാണെന്ന് തെളിയിച്ചതിന് ശേഷം കേസ് അടിച്ച് പൂട്ടണം. അത് ന്യായം. അതാണ് അതിന്റെ ഒരു ഇരിപ്പോശ. അതാണ് ഒരു ചങ്കൂറ്റം, പവർ എന്നൊക്കെ പറയുന്ന സാധനം. ബാലച്ചേട്ടൻ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം പവർ മൈൻഡ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും വോട്ടവർ. ഞാൻ പോയി ചോദിക്കേണ്ട ആവശ്യമില്ല എന്തായാലും എലിസബത്തെ കാര്യങ്ങൾ. കാരണം എനിക്ക് എലിസബത്തായിട്ട് ഈ സമയത്ത് അത്ര അടുപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ പല സ്ത്രീകളെ കയറുന്നതും ഇതേപോലെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് വിശദമായിട്ട് അറിയാം. പിന്നെ നിങ്ങളിപ്പോ പറയുന്ന പുറത്തു അല്ലേ ബാല അത്ര നല്ല മനുഷ്യനൊന്നല്ല. ബാലയ്ക്ക് 6ഉം 60ഉം ഒരേപോലെ. 6ഉം 60ഉം ഒരുപോലെയാണ്. എന്തുവാ ഇത് കേൾക്കുന്നേ? ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണല്ലോ. 6ഉം 60ഉം ഞാനതിന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. 6 എടുത്താൽ 60 പിള്ള, വാളെടുത്താൽ അന്ത മാതിരി 6ഉം 60ഉം ഒരുപോലെയാണെന്ന്. എന്തായാലും ഈ വ്യക്തിയും എലിസബത്തും ഒക്കെ ആയിട്ട് ഇവരുടെ എന്തോ വീട്ടിൽ ഫംഗ്ഷന്റെ സമയത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. ഇവരൊക്കെ നേരത്തെ പരിചയമുള്ളതാണെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ ഡമ്മിയായിട്ട് കൊണ്ട് ആരും ഇറക്കിയതല്ല എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരൊക്കെ നേരത്തെ പരിചയക്കാരൊക്കെ തന്നെയാണ്. ഓക്കെ, എന്തായാലും കൊള്ളാം. 6 എടുത്താൽ 60 കൊള്ളാം. മനസ്സിലായോ? 6ഉം 60ഉം ഒരേപോലെയാണ്. ഇനി ബാലയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ബാല എനിക്ക് ഇഷ്ടം പോലെ പണി വെച്ചിട്ടുണ്ട്. ഞാൻ ബാലയുടെ അടുത്തുനിന്ന് ഇദ്ദേഹത്തിന്റെ സ്വഭാവം ഇതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നത് എലിസബത്തിനെ രണ്ടാമത് ബാല വിളിച്ചു കൊണ്ടു ബാല വോമിറ്റൊക്കെ ചെയ്ത് ഭയങ്കര ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ തുടർന്ന് പറയാം. എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് അടുപ്പിച്ചെല്ലാം പറയുമ്പോൾ പല പല വീഡിയോസിലായിട്ട് ഞാൻ പറയാം, നിങ്ങൾക്കും ലാഗ് ആവും. പിന്നെ ബാലയുടെ സ്വഭാവം എന്ന് പറയുകയാണെങ്കിൽ ഞാനും നിങ്ങളും ബാലയായിട്ട് ഫ്രണ്ട്സാണ് എന്ന് വിചാരിക്കട്ടോ. നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. ബാലയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാല ആദ്യം എന്നെ പറ്റിയുള്ള കുറ്റം നിങ്ങളോട് പറയും, നിങ്ങളെ പറ്റിയുള്ള കുറ്റം എന്നോട് പറയും. ഇത് രണ്ടും പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ അടുപ്പിച്ചിട്ട് ബാല ഇവർക്ക് വേണ മെച്ച ഈ ഒരു ലെവലായിരിക്കും ബാല. ഇതാണ് ബാലയുടെ ഫസ്റ്റ് പരിപാടി. ബാലേനെ ദ്രോഹിച്ച ഞാനൊരു ഉദാഹരണം, ബാല എന്നെ ഏതെങ്കിലും തരത്തിൽ എന്നെ വധിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്നെ കൊല്ലാൻ ശ്രമിക്കും എന്നതിന് ഉത്തമ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ബാലയുടെ ആദ്യത്തെ വൈഫ് എന്ന് നമുക്കറിയപ്പെടുന്ന ഒരു കല്യാണം കാര്യങ്ങളെല്ലാം അറിയാം. അതിന്റെ ഇപ്പോൾ ഓൾറെഡി ഇദ്ദേഹം ഒരു വഞ്ചന കേസിൽ കിടക്കുകയാണ് പേപ്പറിൽ. സ്വന്തം മകളുടെ ഒരു ഫോട്ടോ പോലും, ഒരു ടീ കപ്പ് അല്ലാതെ ഒരു സാധനം പോലും ബാലയുടെ ഫ്ലാറ്റിലില്ല. ബാല എന്ന് പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ കുട്ടിക്ക് കൊടുക്കാനുള്ള 12 എത്രയോ ലക്ഷത്തില് എന്താ പറയാ വഞ്ചന കാണിച്ചു എന്നാണല്ലോ പറയുന്നത്. അതിലെ പേപ്പർ തിരുത്തിയത്. കോടതിനെ വരെ ഇത്തരത്തിൽ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന ബാലയ്ക്ക് ഒരുപാട് ഗുണ്ടായിസം എറണാകുളത്തുണ്ട്. ഒരുപാട് ഒരു ഗുണ്ടാപ്പട തന്നെയുണ്ട്. കേൾക്കുന്നതിനൊക്കെ പറ്റിയിട്ട് ഗുണ്ടാ സെറ്റപ്പായ രംഗണ്ണൻ കാണിക്കുന്ന പറഞ്ഞാൽ കാണിക്കും. അമ്പാനെ കാണിച്ചോട് ആ ഒരു സെറ്റപ്പാ. കൊള്ളാം. ഗുണ്ടായിച്ചൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിന് ഞാൻ പറഞ്ഞതെന്നൊന്നും പറയല്ലേ ദൈവമേ. അണ്ണന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊന്നും പറയുന്നതാണ്. അണ്ണൻ ഇതൊന്നും ഇല്ല, ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ പുണ്യാളനാണെന്ന് അണ്ണൻ തെളിയിക്ക്. അതാണ് അണ്ണന്റെ പവർ. അല്ലാണ്ട് അണ്ണനെതിരെ വന്നിരുന്ന ഒരാൾ അലിഗേഷൻ പറയുമ്പോൾ അവരെ വാ പൂട്ടാൻ വേണ്ടിയിട്ട് കൊണ്ട് കേസ് കൊടുക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. കേസ് കൊടുക്കണം, പക്ഷെ അണ്ണൻ ജെന്യൂനാണെന്ന് തെളിയിക്കണം. മനസ്സിലായ? ആ ഒരു സെറ്റപ്പാണ് ഞാൻ പിടിക്കുന്ന ട്രാക്ക്. നമസ്കാരം. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഒരാളുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ പരാമർശിക്കുന്നില്ല. ഈ പറഞ്ഞ ഞാൻ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ 2 വീഡിയോയിൽ ഞാൻ ആരെ പറ്റിയാണോ മെൻഷൻ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ പറ്റിയാണോ മെൻഷൻ ചെയ്തത്, ആ വ്യക്തി എനിക്ക് നേരെ തോക്ക് ചൂണ്ടി. അതായത് വേറൊരു വിഷയത്തിലോട്ടാണ് അടുത്തു പോകുന്നത്. തോക്ക് രംഗണ്ണൻ കാണിക്കും, അമ്പാനെ കാണിക്കും. ആ ഒരു സെറ്റപ്പ്. എന്തായാലും കൊള്ളാം. തോക്കിലോട്ട് വരുമ്പോഴാണ് വിഷയം നേരെ തിരിയുന്നത്. ഞാൻ ഇവിടെ എപ്പോഴും എലിസബത്തിന്റെ ആ ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തോക്കിലോട്ട് വരുമ്പോൾ അവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതായത് ബാലയ്ക്ക് തോക്കുണ്ടോ, തോക്കില്ലേ എന്നൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. ബാലയ്ക്ക് തോക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാല തന്നെ ഒരു ഇന്റർവ്യൂവിൽ മുന്നേ പറഞ്ഞിട്ടുണ്ട് തോക്കുണ്ട്, ചെന്നൈയിലാണ് ലൈസൻസ്, തമിഴ്നാട്ടിലോട്ടാണ് ലൈസൻസ് ഉള്ളത്, കേരളത്തിലോട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഇന്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് പറയുന്നുണ്ട്. പിന്നെ സായി എങ്ങാണ്ട് തോക്ക് കണ്ടിട്ടുണ്ടെന്നൊക്കെ ഈ വ്യക്തിയും വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്. അത് സായി തന്നെ വന്നിട്ട് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. നേരത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു സായിയുടെ, അതിലെനിക്കൊന്നും മനസ്സിലായില്ല. സായി അങ്ങും തൊടാതെ എന്തൊക്കെയോ ഇട്ട് പറഞ്ഞ്
അങ്ങ് പോകുന്ന പോലെ എനിക്ക് തോന്നി. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ ചെകുത്താൻ തോക്ക് കണ്ടിട്ടുണ്ട്, ചെകുത്താൻ നേരെ തോക്ക് ചൂണ്ടിയിട്ടുണ്ട്. അങ്ങനെ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി വെരി ഒഫൻസാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല, കളിക്ക് പോലും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഒഫൻസ് തന്നെയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. എന്തായാലും ബാലചേട്ടനെ പറ്റിയിട്ട് നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് പറയുന്നത് കേട്ടാ. നിങ്ങൾ അവരൊക്കെ പറയുന്നതാണ് നമ്മളൊക്കെ കേൾക്കുന്നത്. ഇതൊന്നും സത്യമല്ലെങ്കിൽ അണ്ണനാണ് തെളിയിക്കേണ്ടത്, നമ്മളല്ല തെളിയിക്കേണ്ടത്. അങ്ങനെയൊക്കെ കുറെ ചോദ്യം ഉത്തരവൊക്കെ ആയിട്ട് മെഴുകി കിടക്കുകയാണ്. എന്തായാലും ഈ എണ്ണം പറയുന്നത് കേൾക്കാം. ആ പ്രധാന ആക്ടർ എന്താ പറയാ, മദ്യലഹരിയിലായിരുന്നു. ഇദ്ദേഹത്തിനോട് ഞാൻ പിറ്റേ ദിവസം ഇത് ചോദിച്ചപ്പോൾ, എടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ, തമാശയ്ക്ക് കാണിച്ചതാ എന്ന്. പക്ഷെ അദ്ദേഹം ആ സമയത്ത് എന്നോട് ഒരു ഡയലോഗ് കൂടിയും പറഞ്ഞിരുന്നു, ഈ കാര്യം നീ പുറത്ത് എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ലിജേഷ് നീ ഗാലി എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. അന്ന് തുടങ്ങി എന്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. ഇത് ഏതൊരു കാര്യത്തിനെ പറ്റി സംസാരിച്ചപ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഫീഖിന്റെ സന്തോഷം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയില് ഇദ്ദേഹം ഈ പറഞ്ഞ നമ്മുടെ സുപ്രധാന ആക്ടർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അഭിനയിച്ച ആള്, അതിൽ അഭിനയിച്ച പ്രധാന നായകന്റെ ക്യാരവനിൽ കണ്ട ഒരു രഹസ്യം, ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞു. ഈ പ്രധാന ആക്ടർ, നമ്മൾ ഈ പറയുന്ന അണ്ണാച്ചി, അയാൾ പറയുന്നതില് ഒരിക്കലും എനിക്കത് സത്യമുണ്ടെന്ന് ഞാൻ തോന്നിയില്ല. കാരണം ഞാൻ അറിയാവുന്ന ആ സിനിമയിലെ ആ നായകനെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തിന്റെ വേറെ സെറ്റിൽ പോയപ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എനിക്ക് വളരെയധികം അഭിപ്രായം, മലയാളീസിന് തന്നെ നല്ലൊരു അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണത്. അദ്ദേഹം സ്ട്രേറ്റ് ഫോർവേഡ് ആണ് എന്ന് എനിക്കറിയാം. അപ്പൊ അദ്ദേഹത്തിനെ പറ്റി അങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട്, ഈ പറഞ്ഞ സുപ്രധാന ആക്ടർ ഉണ്ടല്ലോ അണ്ണനോട് ഞാൻ തർക്കിച്ചിരുന്നു. അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ അദ്ദേഹം റെമ്യൂണറേഷൻ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഞാൻ ഈ റെമ്യൂണറേഷൻ കിട്ടിയതായിട്ടുള്ള ഒരു പേപ്പറോ സ്റ്റേറ്റ്മെന്റോ ഒന്നും കണ്ടിട്ടില്ല. ആ സമയത്താണ് ഈ പറഞ്ഞ സുപ്രധാന ആക്ടർ എന്നെ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലാണ് എനിക്കിത്. എന്തുകൊണ്ട് ഞാൻ ഇത്ര നാൾ പറയാതിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് മാറിപ്പോയി 2 കൊല്ലത്തേക്ക് എനിക്ക് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. കാരണം ഞാൻ ഒരു സ്ഥലത്തും വന്നിട്ടുണ്ടായില്ല, ഇദ്ദേഹത്തിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം തന്നെ 2023 ബർത്ത്ഡേക്ക് ഞാൻ അദ്ദേഹത്തിന് വിഷ് ചെയ്തിരുന്നു. അദ്ദേഹം എനിക്ക് റിപ്ലൈ കാര്യങ്ങളൊന്നും തന്നില്ല. അയാൾ സീനായെങ്കിലും എനിക്ക് റിപ്ലൈ തന്നില്ല. ഞാനത് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഭീഷണിയുണ്ട്. എന്തുതന്നെയാണെങ്കിലും ഞാൻ ഇതിനെ തുടർന്ന് ഇന്ന് വൈകിട്ട് ഞാനിപ്പോൾ സ്റ്റേഷനിലേക്ക് എന്തെങ്കിലും എന്നെ വിളിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് മുമ്പ് ഒരു ലൈവ് വരുന്നതാണ്. ഞാൻ ഇത്തരത്തിൽ സ്റ്റേഷനിലോട്ട് ഈ കാര്യം പറയാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇതുവരെ എനിക്ക് കോൾസോ വേറെ കാര്യങ്ങളോ ത്രെറ്റനിങ്ങോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. മേ ബി ഇനി വന്നേക്കാം. പിന്നെ അതുപോലെ നിങ്ങൾ എടുക്കുന്ന തീരുമാനം വളരെ നല്ല തീരുമാനമാണ്. കേസ് നിങ്ങളെങ്കിലും കൊടുക്കുക. എലിസബത്തിനോ കൊടുക്കാൻ ഉള്ള കാര്യമില്ല. പറ്റുമെങ്കിൽ എലിസബത്തിനെയും കൂടി കൂട്ടിക്കൊണ്ടുപോയി കേസും കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ നോക്കുക. അല്ലാണ്ട് എലിസബത്ത് കേസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി കൊടുത്തോന്നും അറിയത്തില്ല. കാരണം ഇന്നലെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മേ ബി കൊടുത്തു കാണും, ചിലപ്പോൾ കൊടുത്തു കാണില്ല. പക്ഷെ നിങ്ങളെങ്കിലും കൊടുക്കാനുള്ള ചങ്കൂറ്റം കാണിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിയമത്തിന്റെ വശത്തൂടി പോകുന്നത് തന്നെയാണ് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യം. പകരം ഇതുപോലെ എക്സ്പോസ് ചെയ്യാനുള്ളത് എക്സ്പോസ് ചെയ്യുക. പിന്നെ ബാലചേട്ടൻ, നിങ്ങളും നിയമത്തിന്റെ വശത്തൂടിയൊക്കെ പോകുന്നെങ്കിൽ ബെറ്ററാണ്. പക്ഷേ നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കുന്നത് നമുക്കൊന്ന് കാണണം. ഏത് രീതിയിലാണ് നിങ്ങൾ നല്ലവനാണെന്ന് കാണിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ഇടണം. ബൈ.